CMDRF ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട്. UDF MLA പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഏകദേശം 19 ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാനടക്കമുള്ള ആളുകൾ, ഞങ്ങൾ MLA UDF MLA മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ്, UDF പറഞ്ഞു CMDRF പൈസ കൊടുക്കരുത്. കള്ളത്തരം പറയാണ്, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ MLA MP എല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം പൈസ കൊടുത്തു. ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ CMDRF പൈസ കൊടുക്കരുത്? ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട്. എന്നിട്ട് വെറുതെ പ്രചരിപ്പിക്കുകയാണ്. അത് കോൺഗ്രസിന്റെ അവിടെ ഇവർ 1 കൊല്ലം പിടിച്ചു സ്ഥലം കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞു, വീട് വയ്ക്കാൻ. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കാൻ പോകും. ഞങ്ങൾ 3 മാസം 4 മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്തു. അപ്പൊ കുറെ സോഷ്യൽ മീഡിയയിൽ വായി തോന്നുന്ന പൈസ എവിടെ പോയി? എന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പൈസ. 1 രൂപയും പോയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. കാരണം ഈ സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിട്ട് കൊടുത്തത് ഇപ്പോഴാണ്. ഒരു ചെക്ക് ഒപ്പിട്ടത് അല്ല, യൂത്ത് കോൺഗ്രസിന്റെ പൈസ പോയെന്നത്. അവരുടെ പൈസ KPCCയിലേക്ക് അവർ തരുവാണ്. വെറുതെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് 742 കോടി രൂപ ബാങ്കിലിട്ടിട്ട് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല. ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല. ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി. എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. ഞാൻ പറയല്ലേ, AKG സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഒരു പ്രസക്തിയില്ല. ഞങ്ങളേതാണ്ട് പൈസ തട്ടിക്കൊണ്ടുവരുന്ന ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള പൈസ അക്കൗണ്ട് പരിശോധിക്കും വന്നിട്ട്. ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ചെക്ക്, ജോയിന്റ് അക്കൗണ്ടാ എന്റെ KPCC പ്രസിഡന്റ്, ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ട് ചെക്ക് ഞങ്ങളിപ്പോ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തപ്പോ. സ്ഥലം രജിസ്റ്റർ ചെയ്തല്ലോ, ഞങ്ങൾ 3-3.5 മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലേ. സർക്കാർ 1 കൊല്ലം പിടിച്ചു. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സർക്കാർ സ്ഥലം കിട്ടിയത്. ഞങ്ങൾക്കത് തരില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളിൽ അവിടെ പണിയാന്ന് വിചാരിച്ചാണ് വേറെ സ്ഥലം. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? 100 വീടിനുള്ള പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തില്ലേ? 20 കോടി കൈമാറിയില്ലേ? ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം 100 വീടിന്റെ ആരംഭിച്ചില്ലേ? ഞങ്ങളിപ്പോ സ്ഥലം മേടിച്ചില്ലേ? അതിനെന്തൊരു അതിക്രമം വരുന്നത്? അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞതിൽ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത്? ഈ 3 കാര്യമാണ് പറഞ്ഞത് ഞാൻ, അല്ലേ? അതിൽ 2 കാര്യം. ഒരു കാര്യം നടന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു 100 വീടിന്റെ. 2ാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. 3ാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിലെന്ത് തെറ്റുള്ളത്? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ CPM അതൊന്നും ഓടില്ല കേരളത്തിൽ. ഗ്രഹസമ്പർക്ക പരിപാടിയുമായി CPM ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ജനങ്ങളുമായി തർക്കിക്കരുത്, പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഉചിത സമയത്ത് നടപടി ഉണ്ടാക്കുമെന്നൊക്കെയാണ്. അതൊക്കെ ജനങ്ങള് ചോദ്യം ചോദിക്കുമെന്നും പാർട്ടിക്കാർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തടുത്തു നിർത്തുമെന്നും അറിയാൻ നന്നായിട്ട്. അതായിക്കോട്ടെ, പാർട്ടിക്കാർ പോയിക്കോട്ടെ. വേറൊരു പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്സ് വെച്ചിരിക്കുക. എന്നിട്ട് വോളണ്ടിയർമാര് ഈ എന്താണ് ചെല്ലുവാണ്, വീടുകളിലേക്ക് ചെല്ലുകയാണ്. അതിൽ CPMന്റെ ഒരു സർക്കുലർ ഉണ്ട്. സർക്കാർ നടത്തുന്ന ആ പരിപാടിയിൽ പാർട്ടിക്കാർ തന്നെ പോകണമെന്ന്, സർക്കാരാണ് പൈസ കൊടുക്കണമെന്ന്. എന്നിട്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടം വീടുകളിൽ എത്തിക്കാൻ മനസ്സിലായി. സർക്കാർ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക. അതിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടും. ഞങ്ങൾ കോടതിയിൽ കേസൊക്കെ കൊടുത്ത സർവേ ഇപ്പൊ എന്താ സർവേ? ഇപ്പൊ എന്താണ് കേരളം നന്നാക്കുന്നതിനെ പറ്റി സർവേ? ഇപ്പൊ ഇലക്ഷൻ വർക്കാണ് നടത്തുന്നത്. പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് പൈസ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് ചെയ്യാം. അതിൽ നിന്ന് പിന്മാറണം. പാർട്ടിക്കാർ വീട് കയറായിരിക്കണം അവരിഷ്ടം, അവർ കയറിക്കോട്ടെ. അത് നാട്ടുകാർ ചോദിച്ചോളും. ചെല്ലുമ്പോ ചോദിച്ചോളും. അത് ചോദിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഈ പത്മകുമാറിന്റെ കാര്യം പറയുന്നത്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രി ഒരു തരത്തിൽ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം യാതൊരു പരസ്പര ബന്ധമില്ലാതെ കേരളത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ മുഴുവൻ പറയുകയാണ്. എന്റെ ഇടതുപക്ഷത്തിന്റെ സമയത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയാ. ഇടതുപക്ഷത്തിന്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട്. അശ്വാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട്. പല സമയത്തും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇല്ലാത്ത നല്ല കാര്യം. പണ്ട് നടന്നിട്ടുണ്ട്. അത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം മതേതരത്വത്തിന്റെ വക്താവാകാൻ ശ്രമിക്കുകയാണ്. മതേതരത്വത്തിന്റെ വക്താവാകാൻ എങ്ങനെ ശ്രമിക്കുന്നത്? ഒരു വശത്ത് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവർക്ക് പട്ടും വളയും കൊടുക്കുകയാണ്, പൊന്നാറ ചാർത്തുകയാണ്, അല്ലെ? ഒരു വശത്ത് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പോ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ
ജാതിമത ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാണ് സംഘപരിവാർ രീതി. അതേ രീതി തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി അവലംബിക്കുന്നത്. എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിച്ച മറുപടി പറയണ്ടേ? ആ മറുപടി കൊടുത്തു. വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇവിടെ വയനാട്ടിൽ ദുരന്തബാധിതർക്കുള്ള ധനസഹായം നിർത്തിയ സർക്കാർ നടപടിയെ അടക്കം അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചു. ഈ താനടക്കമുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തതാണ്. എന്നിട്ടും ഇപ്പോൾ നമ്മുടെ എല്ലാം പണം കയ്യിലുണ്ടായിട്ട് പോലും അവർക്ക് ധനസഹായം നിഷേധിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിൻ്റെ ചെലവിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടത്തുകയാണ് CPIM എന്നും രാജ്യത്തെല്ലായിടത്തും സംസ്ഥാനത്തെല്ലായിടത്തും വലിയ ഫ്ലക്സുകൾ വെച്ചിട്ട് പാർട്ടി പ്രവർത്തകരെയാണ് സർക്കാരിൻ്റെ ചില പരിപാടികൾ എന്ന നിലക്ക് സർക്കാരിൻ്റെ ഫണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പരിപാടികൾ നടത്തുന്നത് എന്നും വി ഡി സതീശൻ ആരോപിച്ചു.